ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് വന്നതാണ്. ഇവളുടെ കല്യാണത്തിൻ്റെ തലേദിവസത്തിൻ്റെ പരിപാടിക്ക് ഞാൻ പോയായിരുന്നു. അതിൻ്റെ മിനി വ്ലോഗ് ചാനലിലുണ്ട്. കല്യാണം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കോവിലിൽ വെച്ചായിരുന്നു. താമസിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല, പക്ഷേ ക്ലിയർ ആയിട്ട് കല്യാണം കാണാൻ പറ്റി. ഞാനും അമ്മയും അണ്ണനും കൂടെയാണ് പോയത്. ഒരു ബ്രൈഡിൻ്റെ ലുക്കിൽ ഈ സാരിയൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്ക് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒരു പരിപാടിക്കും കൂടെ പോകണമായിരുന്നു. ഞാൻ വിചാരിച്ചത് സദ്യ കഴിക്കാൻ പറ്റൂലെന്നാണ്. പക്ഷേ ആദ്യത്തെ പന്തിയിൽ തന്നെ കയറിയതുകൊണ്ട് സദ്യയും കഴിക്കാൻ പറ്റി. സദ്യ കഴിഞ്ഞിട്ട് അവളെ കണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അമ്മയും അണ്ണനും വീട്ടിലും പോയി, ഞാൻ അടുത്ത പരിപാടിക്കും പോയി. അടുത്ത പരിപാടി എൻ്റെ ഫ്രണ്ട് അനുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഇതുവരെ അവളുടെ വീട്ടിൽ പോയിട്ടില്ല. അവൾ പറഞ്ഞ സ്റ്റോപ്പിൽ ബസ് നിർത്തുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. കാരണം അതൊരു LS ബസ്സായിരുന്നു. പിന്നെ എന്തരോ ഒരു ബലത്തിൽ അങ്ങ് പോവുക. എന്തായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ റോഡ് ക്രോസ് ചെയ്യാനായി പേടി. കാരണം അതൊരു വലിയൊരു വളവായിരുന്നു. എങ്ങനെയോ പിന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നു. അവൾ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ വന്ന്. അവളൊരു ചെറിയ റൈഡർ കണ്ണാപ്പിയായിരുന്നു കേട്ടോ. ഒറ്റ കയ്യിലൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ വെള്ളം കിട്ടി. അത് കുടിച്ചപ്പോഴത്തേക്കൊരു സമാധാനമായി. പിന്നെ കുറേ നേരം അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേക്ക് മുറിച്ചു. അങ്ങനെ ആ കേക്ക് കഴിച്ച് തീർന്നപ്പോഴത്തേക്കും ബിരിയാണി കൊണ്ടുവന്നു. പിന്നെ അത് കഴിപ്പായി. പിന്നെ ഞങ്ങൾ അവളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു പാറയിൽ പോയി. അവിടെ കുറേ നേരം ഇരുന്നു. അവിടെ നിന്ന് മാവിൽ നിന്ന് 2 മാങ്ങ എടുത്ത് പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്ത്. അനുവിൻ്റെയും ലച്ചുവിൻ്റെയും എത്ര നേരത്തെ ശ്രമത്തിന് ശേഷമാണ് 2 മാങ്ങ കിട്ടിയെന്നറിയോ. എനിക്ക് കുറച്ച് വീഡിയോ എടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ആൾ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എല്ലാവരും കൂടെ നടന്നാണ് പോയത്. ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ കുറേ നേരം നിന്നു. എന്നിട്ടാണ് ഒരു വണ്ടി വന്നത്. ബസ് നല്ല സ്പീഡിനാണ് പോയത്. അതുകൊണ്ട് പെട്ടെന്ന് എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവരും പോയി, ഞാനും വീട്ടിൽ പോയി.